ഞാനൊരു കമന്റ് വായിച്ചായിരുന്നു ഒരു വീഡിയോയുടെ അണ്ടർ. അവിടെ ഒരു വ്യക്തി പറയുന്നത്, നിങ്ങളുടെ പാരമ്പര്യ ബന്ധുക്കോ സഭകളിൽ എത്ര പാസ്റ്റർമാരാ എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്, എത്ര പേരുടെ ലോൺ അടച്ച് തീർത്തിട്ടുള്ളത്. ഇത്രയും ഒരു ചെരുപ്പ് നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും യൂസ് ചെയ്യുന്ന നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടു കാണും. ഈ ചെരുപ്പ് ക്രോക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ചെരുപ്പാണ്. അവരുടെ ഒരു ഡിസൈൻ ഐഡിയ ആണ്. ഇത് തുടങ്ങിയത് 2002-ലാണ്. അത് മാർക്കറ്റിൽ എത്തി ഇത്രത്തോളം സക്സസ്ഫുൾ ആകാൻ അതിന് ഇത്രയും സമയം എടുത്തു നമ്മുടെ അടുത്തൊക്കെ വരെ എത്താൻ. അപ്പോൾ ഇതിന്റെ ഇപ്പം പല ഡ്യൂപ്ലിക്കേറ്റ് ഇതുപോലത്തെ ഡിസൈൻ സെയിം ഉണ്ടാക്കുന്ന കമ്പനികളും ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ക്രോക്സ് എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആയിരിക്കുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്, അവരുടെ ഡിസൈൻ ഐഡിയ ആണ്. ഇത് ഇറങ്ങിയപ്പോൾ ഇതിന്റെ സക്സസിന്റെ പുറകെ ഒരു കാരണമുണ്ട്, നമുക്കറിയായിരിക്കും, നമ്മൾ ന്യൂസ് വായിച്ചു കാണും. ഇതിറങ്ങിയപ്പോൾ ഇതിനെപ്പറ്റി സമൂഹം ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഇത് ബൾക്കിയാണ്, ഇത് ഒറ്റ കളറിലാണ്. ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ ഇത് ഒറ്റ കളറായിരുന്നു മാക്സിമം ഇതിന് കൊടുത്തേക്കുന്ന കളേഴ്സ്. അപ്പോൾ ഇത് അങ്ങനത്തെ കാര്യങ്ങൾ, അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും ആൾക്കാർ ഇതിനെപ്പറ്റി ഗോസിപ്പ് അടിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയുകയുണ്ടായി. എന്നാൽ ഈ നെഗറ്റീവായിട്ടുള്ള കമൻസ് തന്നെ ഈ പ്രത്യേക കമ്പനിയുടെ മാർക്കറ്റിംഗ് ടീം ഇതൊരു മുഖാന്തരമായിട്ട് എടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചു നോക്കിയപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, സമൂഹത്തിൽ 4 പേര് കൂടുന്നിടത്ത് ഒരു വ്യക്തിയെപ്പറ്റി പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ അവിടെ ആ ടോപ്പിക്ക് പെട്ടെന്ന് നിന്നു പോവുകയും ആൾക്കാർക്ക് അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാതെ വരികയും ചെയ്യും. എന്നാൽ 4 പേര് കൂടുന്നിടത്ത് നമ്മൾ ഒരു വ്യക്തിയെപ്പറ്റി അല്ലെങ്കിൽ ഒരു സാധനത്തിനെ പറ്റി ഗോസിപ്പ് അടിക്കുകയും തെറ്റായ കാര്യങ്ങൾ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ആ 4 പേര് ചിലപ്പം 14 പേരാകാനും ചാൻസ് ഉണ്ട്. അതാണ് മനുഷ്യന്റെ ഒരു പ്രകൃതി. തെറ്റായ കാര്യങ്ങൾ കൂടുതലായിട്ട് ചൂണ്ടിക്കാട്ടുന്നതും പറയുന്നതും സംസാരിക്കുന്നതൊക്കെ ഒരു പ്രകൃതി മനുഷ്യനുള്ളതാണ്. അപ്പോൾ ഈ തെറ്റായ കാര്യം, ഈ ഒരു തെറ്റായ കമൻസും കാര്യങ്ങളും ഈ പർട്ടിക്കുലർ സാൻഡലിനെ പറ്റിയുള്ളത് ഇവിടുത്തെ മാർക്കറ്റിംഗ് ടീംകാർ ഇതൊരു മുഖാന്തരമായിട്ട് എടുത്തിട്ട് അവര് ഈ ചെരുപ്പിന് പ്രത്യേകിച്ച് ഒരു ചേഞ്ചസും വരുത്തിയില്ലെന്നുള്ളതാണ്. ഇനിയും ഈ തെറ്റായി സംസാരിക്കുന്നവർ അവരുടെ ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും ഈ പ്രൊഡക്റ്റിനെ പറ്റി സെർച്ച് ചെയ്യാതെ അവരിരിക്കത്തില്ല. ഇത് സെർച്ച് ചെയ്യുകയും അവരിൽ 10 പേരിൽ 8 പേരും ഇതിന്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയും ചെയ്യും. ഇതെല്ലായിടത്തും ഇടാൻ കൊള്ളാവുന്നതാണ് എന്നൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് അഫോർഡബിൾ ആണ്, ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇന്ന് പിന്നെ പലർക്കും ലോങ് ലാസ്റ്റിംഗ് സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർക്കായിരുന്നു ഒരു സാധനം വാങ്ങിച്ചിട്ട് അത് 10 വർഷം ഓടി 5 വർഷം ഓടി എന്നൊക്കെ പറയുമ്പോൾ അതൊരു പവറായിട്ട് ആൾക്കാർ എടുക്കുന്നത്. അന്നത്തെ സാമ്പത്തിക ശേഷിയൊക്കെ അതുപോലത്തെ ആയിരുന്നുകൊണ്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ആയിരുന്നു കൂടുതലും മാർക്കറ്റിൽ വരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ എല്ലാവരുടെയും സാമ്പത്തിക ശേഷി ഒരുമാതിരി ഒരു നല്ല ലെവലിൽ ഇരിക്കുമ്പോൾ ആൾക്കാർക്ക് ലോങ് ലാസ്റ്റിംഗ് സാധനങ്ങൾ യൂസ് ചെയ്യാൻ അവർക്ക് ബോറടിയാണ്. പെട്ടെന്ന് യൂസ് ചെയ്ത് തീരാവുന്നതും ക്വാളിറ്റി ഉള്ള സാധനങ്ങളുമാണ് ഇന്ന് ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു നെഗറ്റീവ് കമൻസ് ആണ് ഈ കമ്പനിക്ക് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ചെരുപ്പിന് കൂടുതൽ എക്സ്പോഷർ കൊടുത്തത്, കൂടുതൽ ഇവരുടെ സക്സസിന് കാരണമായി തീരുന്നത്. ഇന്ന് വരുന്ന പല ബ്രാൻഡ്സും ഈ സക്സസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. ഇനിയും ഇത്രയും സെയിം മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇന്ന് വൻകിട ദേവദാസന്മാർ യൂസ് ചെയ്യുന്നത് ജനങ്ങളുടെ നടുവിൽ. അവർ 100% അവരുടെ മെസ്സേജിനകത്ത് ഇതുപോലത്തെ ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് അവർ പറയുകയും ഈ വചനത്തിന് വിരോധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഇവർക്ക് കൊടുക്കുന്ന എക്സ്പോഷർ കൂടാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു ട്രിക്കാണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റിനെ ആൾക്കാർ തെറ്റായ കാര്യങ്ങളല്ലേ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആൾക്കാർ എടുത്തിട്ട് ഇതിനെ വിമർശിച്ച് വീഡിയോ ഉണ്ടാക്കുന്നു, കമന്റ്സ് ഇടുന്നു, ഇതിനെ ഷെയർ ചെയ്യുന്നു. ഇവർ തന്നെ ഇവരുടെ മാർക്കറ്റിംഗ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാനൊരു കമന്റ് വായിച്ചായിരുന്നു ഒരു വീഡിയോയുടെ അണ്ടർ. അവിടെ ഒരു വ്യക്തി പറയുന്നത്, നിങ്ങളുടെ പാരമ്പര്യ ബന്ധുക്കോ സഭകളിൽ എത്ര പാസ്റ്റർമാരാ എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്, എത്ര പേരുടെ ലോൺ അടച്ച് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ ഒരു വ്യക്തിയുടെ ഉദ്ദേശത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ദൈവദാസന്മാരാണ് യഥാർത്ഥത്തിൽ ദൈവദാസന്മാർ. അല്ലെങ്കിൽ അവർ ഈ വചനത്തിനകത്ത് നിന്ന് ഒരു തെറ്റായ ഒരു കാര്യം പറഞ്ഞാലും ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്, അതിനകത്തിൽ ഒരു തെറ്റും ഇല്ലെന്ന് അവർ പറയുന്നത്. ഇപ്പം ഞാൻ തന്നെ പറയട്ടെ, ഞാനൊരു വ്യക്തിയുടെ ലോൺ അടച്ചു തീർക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വലിയൊരു ഭാരം ഞാൻ അവരുടെ ജീവിതത്തിൽ കുറയ്ക്കുകയാണ്. ഇനിയിപ്പം ഞാൻ ഈ വചനത്തിനകത്ത് നിന്ന് 100 തെറ്റ് പറഞ്ഞാലും
ഞാൻ ജയിലിൽ പോയിട്ട് വന്നാൽ തന്നെയും ഇതുപോലത്തെ 100 പേർക്ക് ഞാൻ സഹായം ചെയ്തു കഴിഞ്ഞാൽ ഇവരെല്ലാം എൻ്റെ ഫോളോവേഴ്സാണ്, എൻ്റെ ഫോളോവേഴ്സ്. അല്ലാതെ ഇവർ വചനത്തിന്റെ അടിസ്ഥാനത്തിന്റെയോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഫോളോവേഴ്സ് അല്ല. അപ്പോൾ വ്യക്തികൾക്ക് ഇതുപോലത്തെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന ദൈവദാസൻ ഉണ്ടെന്നും, അല്ലെങ്കിൽ ദൈവദാസൻ എപ്പോഴും ഈ വചനത്തിൽ കൂടെ നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം ഉണ്ടെന്നും പറയുകയും ചെയ്യുന്ന സഭകളിലാണ് ആൾക്കാർ കൂടുന്നത്. നമ്മൾ ഈ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്ന ദൈവദാസന്മാരുടെ ഓഡിയൻസിനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സാധാരണക്കാരായിട്ടുള്ള സിമ്പിൾ ആൾക്കാരാണ് വരുന്നത്. അവർ വചനം കേൾക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ഒത്തിരി ആവശ്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. അവർ ഈ വചനം കേട്ട് സമാധാനപ്പെട്ടു പോകാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. അത് വളരെ നല്ല കാര്യമാണ്, ഈ വചനം നമുക്ക് സമാധാനം നൽകുന്നു. എന്നാൽ ഈ ശുശ്രൂഷകന്മാര് ഈ സമാധാന വചനത്തിനകത്ത് നിന്ന് വെറും പാൽ മാത്രമാണ്, ഈ ഒരു സമാധാനത്തിന്റെ വചനം വെറും പാല് പോലത്തെ ആഹാരം മാത്രമാണ് ഈ വ്യക്തി ജീവിതങ്ങൾക്ക് ഈ ശുശ്രൂഷകന്മാർ പകർന്നു കൊടുക്കുന്നത്. ക്രിസ്തീയ ജീവിതം 95% ഈ വചനത്തിനകത്തിലെ ഉപദേശങ്ങൾ നമുക്ക് വേണ്ടിയുള്ളത് കട്ടിയായിട്ടുള്ള ആഹാരമാണ്, കട്ടിയായിട്ടുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അത് ആർക്കും ഡൈജസ്റ്റ് ആവത്തില്ല, എല്ലാവരും ഒന്നും അത് കേട്ടിരിക്കത്തില്ല. നിക്കോദിമോസിനോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നീ കാറ്റ് പോലെ ആവണം. നിക്കോദിമോസിന് ഒരു കുന്തവും മനസ്സിലായില്ല ആ സമയത്ത്. 5 അപ്പവും മീനും കൊടുത്തവരോട് കർത്താവായ യേശു ക്രിസ്തു പിറ്റേ ദിവസം വന്നപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന ജീവന്റെ അപ്പമാണ്. ആൾക്കാർക്കൊന്നും മനസ്സിലായി കാണത്തില്ല. ഇതുപോലൊക്കെ കട്ടിയായിട്ടുള്ള ഉപദേശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരുത്തൻ ആ സഭയിൽ പോയിട്ട് ആ പരിസരത്ത് കാണത്തില്ല. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവസന്നിധി വെക്കുമ്പോൾ അത് നിറവേറ്റി തരുവാൻ ശക്തനായിട്ടുള്ള ഒരു ദൈവത്തിനെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. എന്നാൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതിനകത്തുള്ള കട്ടിയായ ഉപദേശങ്ങളിലാണ്. അത് പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവന്ന് അത് ജീവിതത്തിൽ കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ് ഈ കാലത്ത് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് ഇതുപോലത്തെ ബിസിനസ്മാൻ പാസ്റ്റർമാർ വന്ന് അവരവരുടെ സ്ട്രാറ്റജി പങ്കുവെക്കുകയും അവരുടെ ഉള്ള എക്സ്പോഷർ കൂട്ടുകയും ചെയ്യും. അവരവരുടെ പണി ചെയ്തിട്ട് അവർ പോകും. തെറ്റായ കാര്യങ്ങൾ ഈ വചനത്തിനകത്ത് പറയുകയൊക്കെ ചെയ്തിട്ട് അവർ പോകും. എന്നാൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പത്രോസ് അപ്പോസ്തലൻ ലേഖനങ്ങളിനകത്ത് എഴുതി വെച്ചേക്കുന്നത് പോലെ ക്രിസ്തുവിൽ പരിജ്ഞാനം പ്രാപിച്ച്, എന്നാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനത്തിൽ പരിജ്ഞാനം പ്രാപിച്ചു. ക്രിസ്തു എന്ന ഈ വചനം നമുക്ക് നമ്മുടെ മുമ്പിൽ ഇന്ന് ആയിരിക്കുമ്പോൾ ഈ വചനത്തിൽ നമ്മൾ പരിജ്ഞാനം പ്രാപിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയകരമായിട്ട് മുന്നേറി ഇതുപോലത്തെ ദൈവദാസന്മാരുടെ കാര്യങ്ങൾ നമ്മൾ വ്യാഖ്യാനിച്ചറിഞ്ഞ് കർത്താവിനോട് കൂടുതലായി പറ്റിച്ചേരുവാൻ നമ്മൾ ഈ കാലങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.